ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിനിത. നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് സെക്ടറിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന പോസ്റ്റിലോട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻഷുറൻസ് എക്സാമാണ്. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതേ സിലബസിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എക്സാം ഡേറ്റുകൾ, ഏജിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം. ഇതുപോലെ ബാങ്ക് എക്സാമിനെ കുറിച്ചിട്ടും ഇൻഷുറൻസ് എക്സാമിനെ കുറിച്ചിട്ടുള്ളതും ടിപ്സും സ്ട്രാറ്റജീസും നോട്ടിഫിക്കേഷനും എല്ലാം ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ആൻഡ് ബാങ്ക് എക്സാം അല്ലെങ്കിൽ ഇൻഷുറൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എൻട്രിയുടെ ഗോൾഡ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രോളിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF-ഉം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ AO പോസ്റ്റിലോട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ജേർണലിസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലർക്കല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. സോ ഓഫീസർ ലെവലുള്ള എക്സാം ആയിരിക്കും. അപ്പോൾ സാലറിയും അതിനുള്ള കരിയർ ഗ്രോത്തും എല്ലാം നമ്മുടെ ഓഫീസർ സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്ലർക്ക് ജോബ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം തന്നെ. ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് 23-ാം തീയതിയാണ്. ഇൻക്ലൂഡിങ് ഫീസാണ് ജനുവരി 23-ാം തീയതി എന്ന് പറയുന്നത്. ഇനി ഡൗൺലോഡിങ് കോൾ ലെറ്റർ 10 ഡേയ്സ് ബിഫോർ ദ ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ ഓൺലൈൻ എക്സാം എപ്പോൾ നടക്കുന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. പക്ഷേ ടെൻറ്റേറ്റീവ്ലി ഫെബ്രുവരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നടക്കും. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി എൻഡിലായിരിക്കും നടക്കാൻ ചാൻസസ്. കാരണം ജാനുവരി 23 വരെ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് ജനുവരി 23-നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എക്സാം നടക്കുന്നതാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ആയിരിക്കാം. സോ ഫെബ്രുവരിയിൽ എന്തായാലും നടക്കും. ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റ് നമുക്കറിയത്തില്ല. അത് അവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, എനി ഡിഗ്രി ആണ്. അപ്പോൾ നിങ്ങൾ ആർട്സ്, സയൻസ്, കൊമേഴ്സ്, എഞ്ചിനീയറിംഗ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഡിഗ്രി പാസ്സായാൽ മതി. അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് കഴിഞ്ഞ ഡിസംബർ 31, 2023 ഡിസംബർ 31 അകത്ത് നിങ്ങൾ പാസ്സാവണം. അതിനോ ആ ഡേറ്റിനോ അതിന് മുന്നേ ഉള്ള ഡേറ്റിലോ ആയിരിക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വേണ്ടത്. ഓക്കെ, ഇനി അത് കൂടാതെ നമ്മൾ ബാങ്ക് എക്സാമിനൊന്നും മിനിമം പെർസെൻറ്റേജ് ചോദിക്കത്തില്ല. പക്ഷേ ഇൻഷുറൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. 55% SC/STക്കും ബാക്കിയുള്ള കാറ്റഗറിക്ക് OBC ജേർണലിസ്റ്റ് കാറ്റഗറിക്ക് 60% മിനിമം വേണം. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് ഏജിൻ്റെ ഡേറ്റും അത് തന്നെയാണ്. ഡിസംബർ 31, 2023 21 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞത് ജനറൽ കാറ്റഗറിക്കാണ് ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡേറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമല്ലോ. അത് ഈ ഒരു ഡേറ്റിനും ഇടയിലാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ ഡേറ്റോ അതിൻ്റെ അകത്തോ വരുന്നതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇനി ഏജ് റിലാക്സേഷൻ ആർക്കൊക്കെയാണ്? ഇത് ജനറൽ കാറ്റഗറിക്കാണ്. ഏജ് റിലാക്സേഷൻ ഉള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റിനുണ്ട്, OBCക്കുണ്ട്, PWD കാൻഡിഡേറ്റ്സിനുണ്ട്, എക്സ് സർവീസ്മാൻ ഉണ്ട്, പിന്നെ വിഡോസിനുണ്ട്. പിന്നെ ഈ കമ്പനിയിൽ തന്നെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ ഏതെങ്കിലും പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. സോ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക, ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ 30+ ആയ ആൾക്കാരാണെങ്കിലും നിങ്ങൾ എഴുതാൻ പറ്റില്ല എന്ന് തീരുമാനിക്കേണ്ട, ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നിങ്ങൾ SC/ST യൂസ് ചെയ്തിട്ടാണ് ഏജ് റിലാക്സേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ SC/ST ആണെന്ന് തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോപ്പി വേണം കേട്ടോ എല്ലാത്തിൻ്റെയും.
സാലറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സാലറിയാണ് ഇൻഷുറൻസ് സെക്ടർ തരുന്നത്. സാലറീന് വാക്കൻസി നമ്മൾ പറഞ്ഞില്ലല്ലോ. ഓക്കെ, വാക്കൻസി വരുന്നത് വാക്കൻസി വരുന്നത് 250 വാക്കൻസി ആണുള്ളത്. 250 വാക്കൻസി ആണുള്ളത്. അപ്പോൾ 250 വാക്കൻസി എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിയും ചേർന്നിട്ടാണ് 250 വാക്കൻസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ബേസിക് പേ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ പ്രൊബേഷണറി ഓഫീസറിന് തന്നെ ബേസിക് പേ ഇത്രയൊന്നുമില്ല. IBPS PO SBA PO നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും ബേസിക് പേ വരുന്നില്ല. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിലാണ്, അത് അഡ്മിൻ ഓഫീസർ ലെവലുള്ള എക്സാമുകൾക്കാണ് ഇത്രയും ബേസിക് പേ വരുന്നത്. ആൻഡ് ഓവറോൾ എല്ലാതും കൂടിയിട്ട് 88,000 രൂപ, അലവൻസ് എല്ലാം ചേർത്തിട്ട് 88,000 രൂപ അപ്രോക്സിമേറ്റ്ലി മെട്രോപൊളിറ്റൻ ആണെങ്കിൽ. ഇനി നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവൽ പോസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മിനിമം ഇത്ര ഇയേഴ്സ് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോം ടൗണിൽ തന്നെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സാലറി ആയിരിക്കും. അതേപോലെ തന്നെ വർക്ക് പ്രഷർ ബാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർക്ക് പ്രഷർ കുറവായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ എന്നും പറയുന്നുണ്ട്. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തന്നെ പെൻഷൻ സ്കീം ഇതിൽ ഉൾപ്പെട്ടതാണ്. ലീസിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് സാലറി 88,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ നല്ല സാലറിയാണ്. ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണ്ട. 250 വാക്കൻസീസ് ഉണ്ട്, 250 വാക്കൻസീസ് ഉണ്ട്. സോ നല്ലൊരു വാക്കൻസിയാണ്. ഇതിപ്പോൾ IBPSും IBPS PO ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 3,000 ഒക്കെ ആയിരുന്നു നമ്മുടെ വാക്കൻസി. അത് നിങ്ങൾ കണക്കാക്കണ്ട. കാരണം അവിടെ 11 ബാങ്കുകൾക്ക് കൂടിയിട്ടാണ് നമ്മുടെ ഇത്രയും വാക്കൻസി വന്നത്. ഇത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് മാത്രം ആയതുകൊണ്ടാണ് 250 വാക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറവായിട്ടുള്ള, ഒരിക്കലും ഒരു കുറവായിട്ടുള്ള ഒരു വാക്കൻസി അല്ല. അതിൻ്റെ കരിയർ ഗ്രോത്തും അതേപോലെ തന്നെ സാലറി നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 250 വാക്കൻസിയിൽ നമ്മൾ കയറി പറ്റുവാണെങ്കിൽ ഇത്രയും ബെനിഫിറ്റുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കണ്ട. ആൻഡ് എക്സാം പാറ്റേണിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എക്സാം ഫീ, ഓക്കെ, എക്സാം ഫീ 1000 രൂപയാണ്. SC ST PWD ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. അപ്പോൾ ജനറലിസ്റ്റ് OBC-കാർക്ക് 1000 രൂപയും SC ST PWD-കാർക്ക് 250 രൂപയാണ് നമ്മുടെ എക്സാം ഫീ വരുന്നത്, അപ്ലിക്കേഷൻ ഫീ വരുന്നത്. സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചിട്ട് നോക്കാം. ഓൺലൈൻ എക്സാം ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓൺലൈൻ എക്സാം ഒരൊറ്റ എക്സാമാണ്. നമുക്ക് പ്രിലിംസോ മെയിൻസോ അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ എക്സാമാണ്. അത് മെയിൻസിൻ്റെ മോഡലിലാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. മെയിൻസിൻ്റെ മോഡലിലാണ് നടക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും പാസ്സായാലേ നമുക്ക് അടുത്ത പോസ്റ്റിങ്ങിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൺലൈൻ എക്സാമിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യും. ആൻഡ് ഇൻ്റർവ്യൂവിൽ ഒരു കട്ട് ഓഫ് ഉണ്ടാവും. അത് രണ്ടും പാസ്സായാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, പോസ്റ്റിംഗ് ഉള്ളൂ. ഓക്കെ, ഓൺലൈൻ എക്സാം എങ്ങനെയായിരിക്കും കണ്ടോ? ഓൺലൈൻ എക്സാമിൻ്റെ നമ്മുടെ മെയിൻസ് എക്സാമിൽ അതേപോലെ തന്നെ, പക്ഷേ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ IBPS PO-നൊക്കെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, റീസണിങ്ങിൻ്റെ കൂടെ ആയിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യനെ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് അധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കമ്പ്യൂട്ടറിന്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് 20 മാർക്ക്, പക്ഷേ 20 മാർക്കേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ലിറ്ററസിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ആൻഡ് ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടും ഹാർഡ്വെയറിനെ കുറിച്ചിട്ടും പവർ പോയിൻ്റ്, വേർഡ്, എക്സൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. നെറ്റ്വർക്കിംഗ്, ഫയർവാൾ അതിനെക്കുറിച്ചിട്ടൊക്കെ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി, ഈ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര്, ഓരോ സോഫ്റ്റ്വെയറും കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടാവുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ ആവണ്ട. ഇനി റീസണിങ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഫിനാൻഷ്യൽ സെക്ടറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. സോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, കോമ്പോസിറ്റ് ടൈമാണ്, സെക്ഷണൽ ടൈമിംഗ് ഇല്ല.
ഓക്കെ. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് 1/4 ഓഫ് ദ മാർക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്ന രീതിയിലാണ്. IBPS പോലെ ഒരു ക്വസ്റ്റ്യൻ്റെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നിങ്ങനെയില്ല. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്ന രീതിയിലാണ്. അപ്പോൾ 1/4 മാർക്ക് എന്ന് പറയുമ്പോൾ 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പോകും. അപ്പോൾ കോമ്പോസിറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷഫിൾ ചെയ്ത് ചെയ്യാം. കുറച്ച് റീസണിങ്, പിന്നെ കോൺസിലോട്ട് വരാം, പിന്നെ റീസണിങ്ങിലോട്ട് പോവാം, പിന്നെ ഇംഗ്ലീഷ് എടുക്കാം, അങ്ങനെ ഷഫിൾ ചെയ്ത് ചെയ്യാം. അതിൻ്റെ ഉപകാരം എന്താണെന്നറിയോ? കമ്പ്യൂട്ടർ നല്ലോണം പഠിച്ച ആൾക്കാരും ജനറൽ അവയർനെസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാരും എന്ത് ചെയ്യുമെന്നറിയോ? ആകെ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് അത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കും. ബാക്കിയുള്ള ഈ 2 മണിക്കൂറാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള ഒരു 100+ മിനിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്? കോൺസും റീസണിങ്ങും ഇംഗ്ലീഷിനും വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നിങ്ങളുടെ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണെന്നറിയോ? കമ്പ്യൂട്ടർ ലിറ്ററസിയും ജനറൽ അവയർനെസ്സും. ഇത് രണ്ടാണ് നിങ്ങൾ സ്കോറിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചെയ്യാൻ സമയമെടുക്കും, റീസണിങ് ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ ഇത് പഠിച്ച ആൾക്കാർക്ക്, ഇത് 2 പഠിച്ച ആൾക്കാർക്ക് സമയമൊന്നും വേണ്ട. വായിക്കുക, ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിച്ച് പോവുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ജനറൽ അവയർനെസ്സും കമ്പ്യൂട്ടർ ലിറ്ററസിയും. ഇതിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്കോറിന് നല്ല രീതിയിൽ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കുക? ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. സോ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി GA പഠിക്കേണ്ടത് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഫെബ്രുവരിയിൽ നടക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത്രയും കാലം തൊട്ടിട്ടില്ല, അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ? കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒന്നും അറിയാത്തവർക്ക് ഇന്ന് മുതൽ തന്നെ പഠിച്ചു പോവുക. അന്നന്ന് തീർക്കുമല്ലോ. അപ്പോൾ ജാൻവരിയും നിങ്ങൾ ഫെബ്രുവരിയും പേടിക്കേണ്ട. ആ ഒരു ദിവസം എല്ലാ ദിവസവും പഠിച്ചു പോയി കഴിഞ്ഞാൽ ജാൻവരി ഫെബ്രുവരി ഓക്കെ. പിന്നെ സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ ഒരു 4 മാസത്തെ നിങ്ങൾ ഈ ഒരു 1.5 മാസം കൊണ്ട് തീർക്കണം. ഓക്കെ. 4 മാസത്തെ 1.5 മാസം ഇല്ല, ഒരു മാസം കണക്കാക്കിയാൽ മതി. ഫെബ്രുവരി ലാസ്റ്റൊക്കെ എക്സാം ആണെങ്കിൽ ലാസ്റ്റ് വരെ നമുക്ക് പഠിക്കാൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒരു 30 ഡേയ്സ് നിങ്ങൾ വെച്ചോ, 30 ഡേയ്സ് കണക്കാക്കുക. ഈ 30 ഡേയ്സിൽ 4 മാസത്തെ നിങ്ങൾ എന്തായാലും കവർ ചെയ്തിട്ടുണ്ടാവണം. അത് കൂടാതെ ഏതൊക്കെ പഠിക്കണം? ഈ 2023 എക്സാം എഴുതിയവർക്ക് കോൺസിനെ കുറിച്ചിട്ടും ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ ബേസിക് ഒക്കെ എല്ലാം ക്ലിയർ ആയിരിക്കും. ഇനി പ്രാക്ടീസിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്നും അറിയാത്തവർ ഈ 30 ഡേയ്സിൽ ഈ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഓക്കെ. അപ്പോൾ മെനക്കെട്ട് ഇറങ്ങി തന്നെ വേണം. ഇത്രയും നല്ല ജോബാണ്, അതിപ്പോൾ പെട്ടെന്ന് കിട്ടില്ലല്ലോ, ഒന്നും കഷ്ടപ്പെടാതെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും ദിവസത്തിൻ്റെ അകത്ത് ഇത്ര വലിയൊരു സിലബസാണ്. ഓക്കെ. GA നോക്കുമ്പോൾ പ്രിലിംസ് പോലെയല്ല, സിലബസ് മാറി. പ്രിലിംസിലുള്ള കോൺസും ഇത് തന്നെയാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതെങ്കിലും അതിൻ്റെ എക്സാം ലെവൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കുറച്ചുകൂടി ലെവൽ കൂടുതലായിരിക്കും. റീസണിങ്ങും ഇംഗ്ലീഷും എല്ലാം തന്നെ. അതോടൊപ്പം നിങ്ങൾ GKയും പഠിക്കണ്ടേ? അപ്പോൾ സിലബസ് കുറച്ചുകൂടി വൈഡായില്ലേ, കമ്പ്യൂട്ടറും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. സോ സിലബസ് കുറച്ച് വൈഡാണ്. 30 ഡേയ്സിൽ പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ. സോ 4 to 5 hours എങ്കിലും ഒരു ദിവസം ഇരിക്കേണ്ടി വരും. ഓക്കെ. കറണ്ട് അഫയേഴ്സും പഠിക്കുക, ബേസിക് പഠിക്കാനുള്ളവർ ഒരു 10 ഡേയ്സിൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. ഒരു ആവറേജ് ഉള്ള ആൾക്കാർക്ക് 4 to 5 hours എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ല. അപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇനി ഏതൊക്കെയാണ് സിലബസിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയാണ്. കോൺസും റീസണിങ്ങും ഇംഗ്ലീഷും എല്ലാം അതേ തന്നെയാണ്. GA പഠിക്കുന്ന സമയത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ സെക്ടറിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആ പേജ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് വായിക്കാം, പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ആൻഡ് ഇൻഷുറൻസ് സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ന്യൂസസും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ. സ്റ്റാറ്റിക് GKയും കൂടി പഠിക്കണേ. യെസ്. ഓക്കെ. സോ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. സോ അപ്ലൈ ചെയ്യുക. ജാനുവരി 23-നാണ്, മറന്നു പോകരുത്. ജാനുവരി 23-ആണ് ലാസ്റ്റ് ഡേറ്റ്, ഇൻക്ലൂഡിങ് ഫീ ആണ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അത്രയും സമയമുള്ളൂ, വളരെ കുറഞ്ഞ സമയമാണ്. അപ്പോൾ ഇൻഷുറൻസ് എക്സാം എല്ലാം തന്നെ ഇങ്ങനെയാണ് വരിക. ഓക്കെ. കുറഞ്ഞ സമയത്താണ് വരുന്നത്. ഗ്യാപ്പ് എക്സാമിനും നോട്ടിഫിക്കേഷനും ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. IBPS SBI പോലെയല്ല. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുക.
സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.